ഗായ്സ് ഇന്ന് നോമ്പ് 4 ഇന്ന് പള്ളിയാ ഞങ്ങക്ക് ഇൻവൈറ്റ് ചെയ്തിക്കണു ഞങ്ങളെ കുറച്ച് ഡ്രീം ചായന്റെ ഇൻവൈറ്റ് ചെയ്തിക്കണു. അപ്പൊ കമറൂൺ എടുക്കാൻ വേണ്ടി പോണം. ശ്രദ്ധിക്ക് സുഹൃത്തെ, ഞങ്ങൾ ഈ നോമ്പെടുത്താണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വണ്ടി ഓടിച്ചു വരുമ്പോത്തിന് ക്ഷീണിക്കണേ. മനസ്സും ശരീരവും നോമ്പില് ലയിക്കണം എന്നാണ് പറഞ്ഞത്. കമറൂനി എടുത്താണ് നേരെ ലുലു കിട്ടു. അങ്ങനെ ലുലുവിൽ എത്തിയതാ, അകത്ത് കയറിക്കൊണ്ട് മുകളിലെത്തിയപ്പോ ഫുള്ള് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എഴുത്താണിക്ക് ഒന്ന് പോയോക്കെ. എഴുത്താണിലാണെങ്കിൽ ഒരു സ്പെഷ്യൽ കോംബോ നടക്കുന്നുണ്ട്. ഇഫ്താർ മീറ്റ്, അതേപോലെ തന്നെ ഇഫ്താറിന്റെ ഒരു കോംബോ തന്നെ നടക്കുന്നുണ്ട്. അവിടെ എല്ലാ സംഭവങ്ങളും, ഈ കാണുന്ന എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ട് അപ്പുറത്ത് ഫ്രൂട്ടിക്സ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ചെക്കിന്റെ അടുത്തൊന്ന് പോയപ്പോ അവിടെ ഇതാ ബർഗറും ചിക്കനും ഫ്രൈസും ഒക്കെ പാടെ കോംബോ 2 to 4 ഓരോ ഓപ്പൺ ആണ്. പിന്നെ ഡ്രീം ചായന്റെ അവിടെ പോയപ്പോ ഉസ്മാനിക്ക് ഇങ്ങനെ വരുന്നുണ്ട്. എന്തോ തിരക്കിലാണ് ആള്. എന്തായാലും ഒരു കയ്യെ കൊടുത്താണ്ട് അവിടെ പോയി നോക്കുമ്പോ അവിടെ അഫ്സലൊക്കെ എന്തൊക്കെ മാരകമായ പണിയിലാണ്. ഇതെന്താണ് യൂണിഫോമാ? രമേശിന്റെ മേടിച്ചേ പറഞ്ഞില്ല. പിന്നെ ഷെബിൻ ബ്രോ ഉണ്ട്, അതേപോലെ തന്നെ അഷറഫ് കണ്ട്. അഷറഫ് ഖാൻ ഭയങ്കര തിരക്കിലാണ്. എന്തായാലും അഷറഫ് ഖാനെയും കണ്ട്. പിന്നെ അൻഷാദ് തന്നു, അൻഷാദിനെയും കണ്ട്. അപ്പൊ റിയാസും വന്ന്, റിയാസിനെയും കണ്ട്. അങ്ങനെ എല്ലാരും ഉണ്ട്. ഒരുവിധ ആൾക്കാരൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഫുൾ ജനസാഗരാണ് കേട്ടോ, ആളുകൾ തിങ്ങി തിരക്കി. പിന്നെ അൻഷാദ് ഖാനെയും കണ്ട്. അൻഷാദ് ഖാനോട് കുറച്ചേരം സംസാരിച്ച് ഞങ്ങൾ ഇങ്ങനെ ടേബിളിൽ ഇരുന്നു. ബാങ്ക് കൊടുക്കണം കാത്ത് കണ്ട്. ഈ കണ്ട ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഫുള്ളാണ് കേട്ടോ, ആൾക്കാർ ഏകദേശം ഫുള്ളാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ബാങ്ക് കൊടുത്തു. നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏതായാലും പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അണ്ടർഗ്രൗണ്ടിൽ മസ്ജിദ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞിട്ട് വേണം, നിസ്കാരം കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടി നോക്കാൻ, ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം. പള്ളിക്കെന്ന് ഇറങ്ങിയപ്പോതാ ഈ ഒരു മുതലിനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആളുണ്ടാവും. ഈ നോമ്പായി കഴിഞ്ഞാൽ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു വെറൈറ്റി പീസുകൾ. അങ്ങനെ അത് കഴിഞ്ഞതാ മേലക്കെത്തി നോക്കുമ്പോ തായറും ടീമും ഒരു ഫുൾ സെറ്റായി കണ്ടത്. അൻവറുക്കിയൊക്കെ ഉണ്ട്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് സഫീഖൊക്കെ ബൊഫയിൽ വരിന്നാണ്ട് സാധനം വാങ്ങി. ഞാനും സഫീഖ് ഒരു ഒറ്റ പ്ലേറ്റിലാണ് കേട്ടോ കഴിച്ചത്. കാരണം എന്താ വെച്ചാൽ 2 പ്ലേറ്റിന്റെ ആവശ്യമില്ല, കുറച്ചല്ലേ കഴിക്കുള്ളൂ നമ്മള്. നോമ്പ് തുറന്നാ പിന്നെ ഒന്നും വേണ്ടെന്നൊക്കെ എല്ലാരും പറയും. പക്ഷെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അൻവർഖാനെയും കണ്ടു. അൻവർഖാന്റെ ഫുൾ ടീം അവിടെ കഴിച്ചുകൊണ്ടിരിക്കണു. വിത്ത് ഫാമിലിയാണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് നേരെ ഇറങ്ങി. അപ്പൊ വൈൻഡപ്പ് ചെയ്തു. നോമ്പ് 4 കഴിഞ്ഞു. ചുരുക്കം പറഞ്ഞാല് ക്ഷണിക്കാണ് ആളുകള്. ഡ്രീം ചായന്റെ നോമ്പ് തുറ ഒന്നും പറയാലോ. അപ്പൊ താങ്ക്സ്. ഷെയറിംഗ് വേണ്ടി പള്ള കേസ്.